എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ കേരള സർക്കാരിൻ്റെ കീഴിലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും അപേക്ഷിക്കാൻ കഴിയുന്ന ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിവിധ വകുപ്പുകളിലാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലും ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിലും ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ജോബ് വേക്കൻസിയാണ് നോക്കുന്നത്. ആദ്യത്തേത് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ ആണ്. വേക്കൻസി 13. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും ഡ്രൈവിങ്ങുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള ജനറൽ സർവീസിലേക്കാണ്. തസ്തിക ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്. വേക്കൻസി 11. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഡൽഹിയിലേക്കാണ്. തസ്തിക വരുന്നത് പ്രൊബേഷണറി എഞ്ചിനീയർ PE ഇലക്ട്രോണിക്സ് ഇൻ E2 ഗ്രേഡ്. പ്രൊബേഷണറി എഞ്ചിനീയർ PE മെക്കാനിക്കലാണ് വേണ്ടത്. വേക്കൻസി 350 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31. അടുത്തത് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തിക ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, പോൾട്രി അസിസ്റ്റൻറ്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് VHSC ഇൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. തസ്തിക ഫോട്ടോഗ്രാഫർ. വേക്കൻസി 1. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് കൂടാതെ പ്രൊഫഷൻസി ഇൻ ഫോട്ടോഗ്രാഫി ഉണ്ടായിരിക്കണം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് HDFC ബാങ്കിലേക്കാണ്. തസ്തിക റിലേഷൻഷിപ്പ് മാനേജർ. വേക്കൻസി 500. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 7. അടുത്ത പോസ്റ്റ് നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും ആയുർവേദ സർട്ടിഫിക്കറ്റുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRBയുടെ നോട്ടിഫിക്കേഷനാണ്. തസ്തിക വരുന്നത് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലാണ്. 1036 വേക്കൻസി ഉണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 അല്ലെങ്കിൽ ഡിഗ്രി, ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 6. അടുത്തത് കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് KASRSലേക്കാണ്. തസ്തികകൾ വരുന്നത് ലാബ് ടെക്നീഷ്യൻ, ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ്, ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിലാണ്. വേക്കൻസി 10. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും ഡിപ്ലോമയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 20. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് നാൽക്കോയിലേക്കാണ്. തസ്തിക നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളാണ്. വേക്കൻസി 518. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ഡിഗ്രി, ഡിപ്ലോമയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 21. അടുത്തത് ഡയറക്ടർ ജനറൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിലേക്കാണ്. തസ്തികകൾ വരുന്നത് അക്കൗണ്ടൻറ്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, ലോവർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ഫോട്ടോഗ്രാഫർ, ഫയർമാൻ, കുക്ക്, ലാബ് അറ്റൻഡൻറ്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ട്രേഡ്സ്മാൻ മെയ്റ്റ്, വാഷർമാൻ, കാർപ്പൻ്റർ ആൻഡ് ജോയിനർ, ടിൻ സ്മിത്ത് ആണ്. വേക്കൻസി 113. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്, +2, ഡിഗ്രി, ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 6. അടുത്തത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തിക അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ ആണ്. വേക്കൻസി 19. ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ്. തസ്തികയുടെ പേര് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. യോഗ്യത വേണ്ടത് +2 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSEയിലേക്കാണ്. തസ്തിക വരുന്നത് സൂപ്രണ്ടൻറ്റൻറ്റ് ഗ്രൂപ്പ് B, ജൂനിയർ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് C ആണ്. വേക്കൻസി 212. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2ഉം ഡിഗ്രിയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31. അടുത്തത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തിക ഫോറസ്റ്റ് ഡ്രൈവർ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്.
ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും ഡ്രൈവിംഗുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസിലേക്കാണ്. തസ്തിക വരുന്നത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. യോഗ്യത +2. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് പോലീസിലേക്കാണ്. തസ്തിക പോലീസ് കോൺസ്റ്റബിൾ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കാണ്. തസ്തിക അസിസ്റ്റൻറ്റ് ഓർ ഓഡിറ്റർ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലൈകോയിലേക്കാണ്. തസ്തിക വരുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസിലേക്കാണ്. തസ്തിക സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ്. തസ്തിക വരുന്നത് സ്പെഷ്യലിസ്റ്റ് ഓഫീസറാണ്. വേക്കൻസി 1267 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 17. അടുത്തത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്കാണ്. തസ്തിക കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്, ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ആണ്. വേക്കൻസി 51. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും +2വുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 22. അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്കാണ്. തസ്തിക പ്രൊബേഷണറി ഓഫീസറാണ്. 600 വേക്കൻസിയുണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 16. അടുത്തത് ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയിലേക്കാണ്. തസ്തിക വരുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ലബോറട്ടറി, അസിസ്റ്റന്റ് ഡയറക്ടർ ലബോറട്ടറി, അസിസ്റ്റന്റ് ഡയറക്ടർ EP ആൻഡ് QA, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ലാബ്, ഫീൽഡ് ഓഫീസർ, ലൈബ്രറിയൻ, അക്കൗണ്ടൻറ്റ്, ജൂനിയർ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ, ജൂനിയർ ഇൻവെസ്റ്റിഗേറ്റർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, സീനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ആണ്. 49 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. തസ്തിക വരുന്നത് ട്രേഡ്സ്മാൻ, വെഹിക്കിൾ മെക്കാനിക്, ഫയർമാൻ, LDC ആൻഡ് അതേഴ്സ് ആണ്. വേക്കൻസി 625 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും +2വും ഡിഗ്രിയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 17. അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRBയുടെ ഗ്രൂപ്പ് D നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 32,000 വേക്കൻസി ഉണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും +2വുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 22. അടുത്തത് കേരള ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളിലായിട്ട് ആയ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേക്കൻസി വരുന്നത് തിരുവനന്തപുരം 2, കൊല്ലം 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 7ാം ക്ലാസ്സും എക്സ്പീരിയൻസും ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 15. അടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കാണ്. തസ്തിക വരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 15. അടുത്തത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കാണ്. തസ്തിക ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. വേക്കൻസി 8. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 15. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും ഇത്രയും തസ്തികകളിലേക്കാണ്, ഇത്രയും വകുപ്പുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഓരോ ജോലിയുടെയും വിശദമായിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടു നോക്കാവുന്നതാണ്. ഓരോ ജോലിക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും കേരള സർക്കാരിൻ്റെ കീഴിലും ഈ ആഴ്ചയിൽ ഇത്രയും തസ്തികകളിലേക്കാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.